ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രോ ബാഗിലുള്ള 50 ചുവട് കുറ്റിക്കുരുമുളക് ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുമോ? ഉത്തരം: ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഗ്രോ ബാഗിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്താലുള്ള മെച്ചങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. രോഗം വന്ന് ചെടി നശിക്കുന്നില്ല. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. എല്ലാ മാസവും കുരുമുളക് ചെടിയിൽ കായകൾ ഉണ്ടാകും. ഈ ഗുണങ്ങൾ കേൾക്കുമ്പോൾ വൻ വില കൊടുത്ത് കുറ്റിക്കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ ഇറങ്ങിയാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ബ്രസീലിയൻ തിപ്പലി വളരണമെങ്കിൽ 365 ദിവസവും ചുവട്ടിൽ നനവ് വേണം, അല്ലെങ്കിൽ വെള്ളം വേണം. നനവില്ലെങ്കിൽ ചെടിയുടെ വേരുകൾ നശിക്കുകയും കുരുമുളക് ഉണങ്ങിപ്പോവുകയും ചെയ്യും. കുറ്റിക്കുരുമുളക് നനയ്ക്കുന്നതിനാൽ എല്ലാ മാസവും ചെടിയിൽ തളിരിലകൾ ഉണ്ടാവുകയും തളിരിലകളിൽ തിരികൾ ഉണ്ടാവുകയും ചെയ്യും. തിരികളിൽ പരാഗണം നടക്കണമെങ്കിൽ തുള്ളി തുള്ളിയായി മഴ പോലെ വീഴുന്ന ജലസേചനം ആവശ്യമാണ്. തിരികളിലെ പൂ വിരിയുന്ന ദിവസം സ്പ്രിംഗ്ലർ ജലസേചനം നടത്തിയിട്ടില്ലെങ്കിൽ തിരികളിലെ മണിപിടുത്തം വളരെ കുറവായിരിക്കും. നമ്മൾ സാധാരണ പോലെ കൈകൊണ്ടോ ഹോസ് കൊണ്ടോ ഒക്കെ നനയ്ക്കുകയാണെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള ഒരു പരാഗണം മാത്രമേ അതവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു തിരിയിൽ തന്നെ വളരെ കുറഞ്ഞ മണികൾ മാത്രമേ പിടിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പഴുത്ത കുരുമുളക് തിരികൾ കിട്ടിയാൽ അവ സെപ്പറേറ്റായി ഉണക്കി എടുത്തു വെക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഇന്നൊരു 10 പഴുത്ത തിരി കിട്ടി, നാളെ ഒരു 20 തിരി കിട്ടി, മറ്റന്നാൾ 4 പഴുത്ത തിരി കിട്ടി. ഇങ്ങനെയാകുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴായി വിളവെടുക്കേണ്ടി വരുന്നത് സമയവും അധ്വാനവും കൂടുതലായി ചെലവാക്കാൻ ഇടവരുത്തും. മാത്രമല്ല, മഴക്കാലത്ത് ഉണ്ടാകുന്ന പഴുത്ത തിരികൾ ഉണക്കിയെടുത്ത് വെക്കാൻ ഡ്രയറും ആവശ്യമായി വരും. ബ്രസീലിയൻ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളക് വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ ദിവസവും നനയ്ക്കാൻ ആവശ്യമായ ജലം വേണ്ടിവരും. ചിലവും കൂടുതലാണ്, ലാഭകരമായി ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു കൗതുകത്തിന് വേണ്ടി 1-2 ചുവട് വീട്ടിൽ കൃഷി ചെയ്യാം എന്നത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം.